Hello everyone. Welcome to our High Five Learning Series. കമ്പനിയുടെ വിജയം അതിന്റെ ജീവനക്കാർ എത്ര നന്നായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനെയും എല്ലാ തലങ്ങളിലും ഒരു ടീമായി പ്രവർത്തിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കാത്ത ജീവനക്കാർ ബിസിനസ് ലക്ഷ്യങ്ങളും സംരംഭങ്ങളും കൈവരിക്കാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ ജോലിസ്ഥലത്ത് നെഗറ്റീവ് അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം വികസിച്ചേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലതും ചീത്തയുമായ ടീം വർക്കുമായി ബന്ധപ്പെട്ട ചില ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പരസ്പര പൂര കഴിവുകളുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ഒരു ടീം അല്ലെങ്കിൽ വർക്ക് ടീം. ഒരു വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും പ്രധാനമായും വിവരങ്ങളും ആശയങ്ങളും പങ്കിടാൻ ഒത്തുകൂടുകയും ചെയ്യുന്നു. നല്ലതും ചീത്തയുമായ ടീം തമ്മിലുള്ള പ്രധാന സവിശേഷതകൾ. നമ്പർ 1, ആശയങ്ങൾ പങ്കിടൽ. ഒരു നല്ല ടീം നല്ല ആശയങ്ങളും ചിന്തകളും പങ്കിടുന്നു. അതേസമയം ഒരു മോശം ടീം ഗോസിപ്പുകൾ പറയുകയും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നല്ല ടീം അതിന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും പുതിയ ആശയങ്ങൾ പങ്കിടുകയും അവ ഉപയോഗിക്കുകയും പോസിറ്റീവ് മനോഭാവം നിലനിർത്തുകയും ചെയ്യുന്നു. മോശം ടീമുകൾ പരാജയപ്പെടുമ്പോഴെല്ലാം പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്പർ 2, വിജയാഘോഷം. ഒരു നല്ല ടീം പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും അന്യോന്യം വിജയങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഒരു മോശം ടീം ആകട്ടെ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ എപ്പോഴും അസൂയപ്പെടുന്നു. നല്ല ടീമുകൾ മത്സരങ്ങളിൽ ആരോഗ്യകരമായ നിലവാരം നിലനിർത്തുന്നു. മോശം ടീമിലെ അംഗങ്ങൾ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസ്വസ്ഥരാകുന്നു. നമ്പർ 3, പ്രതിബദ്ധത. നല്ല ടീം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മോശം ടീമാകട്ടെ സ്വന്തം താൽപ്പര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രതിബദ്ധത വിജയത്തിന് അനിവാര്യമാണെന്ന് ഒരു നല്ല ടീമിന് അറിയാം. മോശം ടീം ഒരു വാഗ്ദാനവും നൽകില്ല. നമ്പർ 4, റിസ്ക് എടുക്കൽ. ഒരു നല്ല ടീം റിസ്ക് ഏറെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കും. അതേസമയം ഒരു മോശം ടീം ഒരുമയോടെ ആസൂത്രണം ചെയ്യാത്തതിനാൽ ഗെയിമുകൾ തോൽക്കും. നല്ല ടീമുകളുടെ നേതാക്കൾ എല്ലായ്പ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ്. മറുവശത്ത് മോശം ടീമുകളുടെ നേതാക്കൾ എപ്പോഴും അവസരങ്ങൾ എടുക്കാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു. നമ്പർ 5, വളർച്ച ലക്ഷ്യമാക്കൽ. ഒരു നല്ല ടീം പരസ്പരം അംഗങ്ങളെ വളരാൻ സഹായിക്കുന്നു. അതേസമയം ഒരു മോശം ടീം തങ്ങളുടെ സഹപ്രവർത്തകരുടെ വളർച്ചയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. നല്ല ടീമിലെ അംഗങ്ങൾ പരസ്പരം മുന്നോട്ട് നയിക്കും, കാരണം പരസ്പരം വളരാനും കൂടുതൽ ചെയ്യാനും സഹായിക്കുക എന്നത് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. മോശം ടീമുകൾ പരസ്പരം വളരാൻ സഹായിക്കില്ല. നമ്പർ 6, തുറന്ന ആശയവിനിമയം. നല്ല ടീമുകൾ ആശയവിനിമയം എളുപ്പമാക്കുന്നു. തുറന്ന സംസ്കാരമില്ലാത്ത ടീമുകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല ടീമുകളിലെ അംഗങ്ങൾ മെച്ചപ്പെടുത്തലിനുള്ള ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എപ്പോഴും തയ്യാറാണ്. അതേസമയം മോശം ടീമുകളിൽ അംഗങ്ങൾ പരസ്പരം ശല്യപ്പെടുത്താനായി വൃത്തികെട്ട കളികൾ കളിക്കുന്നു. നമ്പർ 7, ഓപ്ഷനുകൾ തേടൽ. ആകർഷണ നിയമം പറയുന്നതുപോലെ നിങ്ങൾ കരുതുന്നത് യാഥാർത്ഥ്യമാകും. നല്ല ടീമംഗങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും അവസരങ്ങൾ കാണുന്നു. അതേസമയം അവരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ കാണുന്നു. നല്ല ടീം അംഗങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും അവസരങ്ങൾ തേടുമ്പോൾ മോശം ടീമുകളിലെ അംഗങ്ങൾ ചുറ്റുമുള്ള എല്ലാറ്റിനെയും കുറ്റപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുന്നു. നമ്പർ 8, പഠനാഭിരുചി. നല്ല ടീമുകൾ പഠിക്കാനുള്ള വഴികൾ തേടുമ്പോൾ മോശം ടീമുകൾ പഠിക്കാതിരിക്കാൻ ഒഴിവുകഴിവുകൾ തേടുന്നു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിനുള്ള ആദ്യപടിയാണ് പഠനം. എന്നാൽ മോശം ടീമുകളിലെ ആളുകൾ കൂടുതൽ വിവരങ്ങൾ നേടുന്നതിനോ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനോ മെനക്കെടുകയില്ല. നമ്പർ 9, പോസിറ്റീവ് ചിന്തകൾ. പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളാണ് ഒരു നല്ല ടീമിനെ സൃഷ്ടിക്കുന്നത്. നല്ല ടീമുകളിൽ ആളുകൾ പോസിറ്റീവായി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അതേസമയം മോശം ടീമുകളിൽ ആളുകൾ പരാജയപ്പെടുമോ എന്നതിനെക്കുറിച്ച് വ്യസനിക്കുന്നു. മോശം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവ നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ മോശം ടീമുകളിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുക അസാധ്യമാണ്. നമ്പർ 10, നെഗറ്റീവ് ഫലങ്ങൾ. ആളുകൾ നല്ല രീതിയിൽ ഒരുമയോടെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അത് ടീമിലും ഡിപ്പാർട്ട്മെന്റിലും കമ്പനിയിലുടനീളവും ആശയക്കുഴപ്പമുണ്ടാക്കും. വകുപ്പുകൾ തമ്മിലുള്ള മോശം ടീം വർക്കിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളാണ് ശരിയായ വിവരങ്ങൾ പങ്കിടാത്തതും പരസ്പരം ആവശ്യങ്ങൾ ഏകോപിപ്പിക്കാത്തതും. പരസ്പരം സംസാരിക്കാതിരിക്കുന്നതോ ഒരു ടീമായി പ്രവർത്തിക്കാതിരിക്കുന്നതോ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും അവ പരിഹരിക്കാതെ വിടുകയും ചെയ്താൽ ബിസിനസ്സുകൾക്ക് പണം നഷ്ടപ്പെട്ടേക്കാം. വ്യക്തമായ ഒരു പദ്ധതിയുടെ അഭാവവും ലക്ഷ്യങ്ങൾ, പ്രതീക്ഷകൾ മുതലായവയെക്കുറിച്ച് വ്യക്തമാക്കുന്നതിൽ വരുന്ന പരാജയവും മോശം ടീം വർക്കിലേക്ക് നയിക്കുന്നു. എന്തൊക്കെയാണ് അംഗങ്ങൾ നന്നായി ചെയ്തത്, അവ എത്ര നന്നായി ചെയ്തു എന്നിങ്ങനെ തുടർച്ചയായ ഒരു ഫീഡ്ബാക്ക് സംവിധാനത്തിന് മോശം ടീം വർക്കിനെയും ടീം പരിസ്ഥിതിയുടെ പരാജയത്തെയും തടയാൻ കഴിയും. ശക്തമായ നേതൃത്വ നൈപുണ്യവും സൃഷ്ടിപരമായ രീതിയിൽ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും ഉപയോഗിച്ച് ഉൽപാദനക്ഷമമായ ഒരു ടീമിനെയും കമ്പനി സംസ്കാരത്തെയും സൃഷ്ടിക്കാൻ കഴിയും. Thank you for watching the High 5 Learning Series.